ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രീലാൻസർ വിസയെ കുറിച്ചാണ്. അതായത് എന്താണ് ഫ്രീലാൻസർ വിസ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ഈ ഫ്രീലാൻസർ വിസയ്ക്ക് വേണ്ടതായിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകും. ഗൈസ്, ആദ്യമേ തന്നെ ഫ്രീലാൻസർ വിസ എന്താണെന്ന് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. അതായത് ഫ്രീലാൻസർ വിസ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫ്രീലാൻസർ വിസ എടുത്ത് യു എയിൽ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിസ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ബിസിനസ് യു എയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മുടേതായിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് യു എയിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വിസയാണ് ഈ ഫ്രീലാൻസർ വിസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രീലാൻസർ വിസ യൂസ് ചെയ്ത് നിങ്ങളിപ്പോൾ ഇവിടെ ഏതെങ്കിലും വർക്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ വർക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക് വിസ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഈ വിസ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാണ് അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു എയിലോട്ട് വരുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഒരു വിസ എന്ന് പറയുന്നത് ഫ്രീലാൻസർ വിസ ആയിരിക്കും. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പല പല ക്ലയൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകാൻ പോകുന്ന വിസ എന്ന് പറയുന്നത് ഫ്രീലാൻസർ വിസ ആയിരിക്കും. പിന്നെ ഈ വിസ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വർക്ക് വിസ പോലെ തന്നെ 2 വർഷത്തെ വിസ ആയിരിക്കും. 2 വർഷമായിരിക്കും ഈ വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഫ്രീലാൻസർ വിസയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ദുബായിലോട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ GoFreelancer.ae എന്ന വെബ്സൈറ്റിൽ കയറുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ ഫ്രീലാൻസർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, നിങ്ങളിപ്പോൾ അബുദാബിയിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2 വെബ്സൈറ്റ് ഉണ്ട്. അതായത് aadad.gov.ae എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റും ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 2454 ഫ്രീലാൻസർ വിസ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ 2 വെബ്സൈറ്റിൽ കയറുകയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഫ്രീലാൻസർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു ഫ്രീലാൻസർ വിസ എടുക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ UAEയും മൊഫ അറ്റസ്റ്റേഷനും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മെയിനായിട്ടും നമ്മുടെ പാസ്പോർട്ട്, അതും പാസ്പോർട്ടിന് 6 മാസമെങ്കിലും വാലിഡിറ്റി ബാലൻസ് ഉണ്ടായിരിക്കണം. പിന്നെ റീസെൻ്റ്ലി നമ്മളെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നമ്മുടെ CV, നമ്മുടെ പോർട്ട്ഫോളിയോ, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്തരം ഡോക്യുമെൻറ്റുകളാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. ഇത്തരം ഡോക്യുമെൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രീലാൻസർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, എന്താണ് ഫ്രീലാൻസർ വിസ, എങ്ങനെയാണ് ഫ്രീലാൻസർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഫ്രീലാൻസർ വിസയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.